നമുക്കൊപ്പം ശ്രീജിത്ത് കൂടി ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഈ ഒരു പകുതി പ്രജ്ഞയിൽ നിഴലും നിലാവും മറുപകുതി പ്രജ്ഞയിൽ കരിപൂശിയ വാവും എന്നാണല്ലോ ചങ്ങമ്പുഴ എഴുതിയിരിക്കുന്നത്. നേരത്തെ താങ്കൾ പറയാൻ ശ്രമിച്ചതും അത് തന്നെയാണെന്ന് ഞാൻ കണക്കാക്കുന്നു. അങ്ങനെ ഒരു പക്ഷേ വളരെ എളുപ്പം നമുക്ക് വിശദീകരിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ വ്യക്തിത്വമാണ് ഇ.പി. ജയരാജൻ. വളരെ സൗമ്യമായി വളരെ സ്നേഹത്തോടു കൂടി നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന, നമ്മളെയൊക്കെ ഫോൺ വിളിക്കുമ്പോഴൊക്കെ വളരെ സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന ഒരു ഇ.പി. ജയരാജനുണ്ട്. അതേസമയം കർക്കശമായ നിലപാട് ചില ഘട്ടങ്ങളിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതിലേറെ ഐറോണിക്കലായ ഒരു കാര്യമെന്ന് പറയുന്നത്, കണ്ണൂരിൽ RSSകാരുടെ പോരാട്ടത്തിനെതിരെ ശക്തമായ ഒരു കോട്ടയെ നിന്നയാളാണ് ഇ.പി. ജയരാജൻ എന്നുള്ളത്. പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി സ്ഥാനം ഏറ്റെടുക്കുമ്പോൾ RSSനെ കടന്നാക്രമിക്കുകയും RSSൻ്റെ പക്ഷത്തു നിന്ന് പരമാവധി CPMന് അനുകൂലമായ രീതിയിലേക്ക് ആളുകളെ ചേർക്കുകയും അതുമായി ബന്ധപ്പെട്ട പോരാട്ടം നടത്തുകയും ഒക്കെ ചെയ്തയാളാണ് ഇ.പി. ജയരാജൻ. ആ ഇ.പി. ജയരാജനാണ് BJPയിലെ നേതാവുമായി കൂടിക്കാഴ്ച നടത്തി എന്നതിൻ്റെ പേരിൽ ഇപ്പോൾ ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താവുന്നത് എന്നാണ് ഇതിലെ ഒരു ഐറണി എന്ന് പറയുന്നത്, ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിലുള്ളതുപോലെ തന്നെ ഒരു വിരോധാഭാസം ഈ തീരുമാനത്തിലും ഉണ്ടാവുന്നു അല്ലേ ശ്രീജിത്ത്? അരുൺ, അദ്ദേഹം വളരെ ഹൃദയാലുവായ മനുഷ്യനാണ് ഇ.പി. ജയരാജൻ. ആളുകളെ വളരെയധികം സഹായിക്കും, ആളുകളോട് വളരെ സ്നേഹാർദ്രമായി പെരുമാറും, അനുതാപത്തോടെ പെരുമാറുകയൊക്കെ ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് ഈ ആളുകളെ സഹായിക്കുന്ന ഒരു മനസ്ഥിതി, അത് അത്തരം സഹായിക്കാനുള്ളൊരു തീരുമാനമെടുത്താൽ ഇടംവലം നോക്കാതെ കാര്യങ്ങളെ ചെയ്യുക എന്നതാണ് ഇ.പിയുടെ ഒരു ശൈലി. അങ്ങനെ ഇടംവലം നോക്കാതെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള ചില അബദ്ധങ്ങൾ, അത് ബോണ്ട് വിവാദമായാലും ദേശാഭിമാനിയുടെ പരസ്യ സ്വീകരിക്കലായാലും അടക്കമുള്ള പല വിവാദങ്ങളും, ഈ ബന്ധുനിയമന വിവാദം അടക്കം വന്നത് അങ്ങനെയാണ്. എന്നാൽ അത്തരത്തിലുള്ള അദ്ദേഹത്തിൻ്റെ ഈ സഹജമായ നിഷ്കളങ്കത കൊണ്ടുണ്ടായ പ്രശ്നമായി ന്യായീകരിക്കാൻ കഴിയുന്നതല്ല, അല്ലെങ്കിൽ ജാഗ്രത കുറവ് കൊണ്ട് ഉണ്ടായി എന്ന് ന്യായീകരിക്കാൻ കഴിയുന്നതല്ല ഈ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ച. നേരത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ചൂണ്ടിക്കാണിച്ചതുപോലെ ഞങ്ങളുടെ ആരുടെയും വീട്ടിലേക്ക് ജാവദേക്കർ വന്നില്ലല്ലോ. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പേരിലുള്ള ഈ തിരുവനന്തപുരം ആക്കുളത്തുള്ള ഫ്ലാറ്റിലേക്കാണ് പ്രകാശ് ജാവദേക്കർ ഇ.പി. ജയരാജനെ കാണാനായി വരുന്നത്. അപ്പോൾ മുൻകൂട്ടി അറിയിക്കാതെ അവിടേക്കൊരു കൂടിക്കാഴ്ച നടത്തുക സാധ്യമല്ല. ആ കൂടിക്കാഴ്ചയ്ക്ക് ഇടനിലക്കാരനായി നിന്നത് വിവാദ ഇടനിലക്കാരൻ എന്നറിയപ്പെടുന്ന TG നന്ദകുമാറാണ്. അപ്പോൾ മുന്നണിയുടെ രാഷ്ട്രീയം മറന്നു, മുന്നണിയുടെ നയനിലപാടുകൾ മറന്നു, മുന്നണിയുടെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിൻ്റെ വിശ്വാസതയ്ക്ക് കളങ്കമേൽപ്പിച്ചു. ഇത്തരം അക്ഷന്തവ്യമായ കുറ്റങ്ങളാണ് ഇ.പി. ജയരാജനിൽ നിന്ന് ഉണ്ടായത്. അതാണ് അദ്ദേഹത്തെ ഇപ്പോൾ ഈ കുഴപ്പത്തിലാക്കിയത്. ബാക്കി എല്ലാ അദ്ദേഹത്തിനുണ്ടായ പിഴവുകളും പോരായ്മകളുമൊക്കെ ജാഗ്രത കുറവുകൊണ്ടാണ്, അദ്ദേഹത്തിൻ്റെ സഹജമായ നിഷ്കളങ്കത കൊണ്ടാണ്, ആളുകളെ സഹായിക്കുന്ന പ്രശ്നം കൊണ്ടാണ് എന്ന് മനസ്സിലാക്കിയാൽ തന്നെ ഇക്കാര്യം അത്തരം ഒരു അളവുകോലുകൾ കൊണ്ടും ന്യായീകരിക്കാൻ കഴിയുന്നതല്ല, ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയുന്നതുമല്ല. കാരണം BJP വിരുദ്ധതയാണ് LDFൻ്റെ CPIMൻ്റെ രാഷ്ട്രീയത്തിൻ്റെ മുഖമുദ്ര. അതുകൊണ്ടാണ് ഇ.പിക്ക് ഇത്തരമൊരു നടപടി നേരിടേണ്ടി വരുന്നത്. ഓക്കെ ശ്രീജിത്ത്, ഒരു കാര്യം കൂടി ചോദിച്ചാൽ, ശ്രീ M.N. കാരശ്ശേരി ഭാഷ നമുക്കൊപ്പം ഉണ്ട്. ഇ.പി. ഇന്നിപ്പോൾ പാർട്ടി സെക്രട്ടറി നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞാൽ, സംസ്ഥാന കമ്മിറ്റിക്ക് ശേഷം മാധ്യമങ്ങളെ കണ്ട് കാര്യങ്ങൾ വിശദീകരിച്ചു കഴിഞ്ഞാൽ ഇ.പി. മാധ്യമങ്ങളെ കാണും. പതിവ് പോലെ പാർട്ടി എടുക്കുന്ന ഏതൊരു തീരുമാനവും അച്ചടക്കമുള്ള രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ താൻ അനുസരിക്കുമെന്ന നിലപാട് തന്നെ ആയിരിക്കില്ലേ ഇ.പി. സ്വീകരിക്കാൻ സാധ്യതയുള്ളത്? ഇ.പി. ജയരാജൻ ഇതുവരെ പാർട്ടി നേതൃത്വവുമായി നടപടികളുടെ കാര്യത്തിലൊന്നും കലഹിച്ചിട്ടില്ല. അത്തരം നടപടികൾ അംഗീകരിച്ചു പോവുകയാണ് ഉണ്ടായത്. എന്നാൽ ഇ.പി. ജയരാജൻ ഇപ്പോൾ ഒരുപക്ഷെ പാർട്ടി സെക്രട്ടറിയുടെ ഔദ്യോഗിക പ്രതികരണം വരാൻ കാത്തിരിക്കുന്നു. ആ പ്രതികരണം കാത്തിരിക്കുന്നത് തീരുമാനത്തിൽ മാറ്റമൊന്നും ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടായിരിക്കില്ല. മറിച്ച് പാർട്ടി നേതൃത്വം തനിക്കെതിരായി സ്വീകരിച്ച നടപടിയെ, അല്ലെങ്കിൽ താൻ LDF സ്ഥാനത്ത് നിന്ന് ഒഴിവായതിനെപ്പറ്റി ഏത് കാഴ്ചപ്പാടിലാണ് ഇക്കാര്യങ്ങളെ അവതരിപ്പിക്കുന്നത്, എങ്ങനെയാണ് ഇക്കാര്യം അവതരിപ്പിക്കുന്നത്, അതായത് താൻ സ്വയം ഒഴിഞ്ഞതാണോ അല്ലെ തന്നെ നീക്കിയതാണോ, ഏത് തരത്തിലാണ് അവതരിപ്പിക്കുന്നത് എന്നുകൂടി നോക്കിയായിരിക്കും ഇ.പി. ജയരാജൻ പ്രതികരിക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം അതായത് വ്യക്തിപരമായ കാരണങ്ങളാൽ അദ്ദേഹം ഈ LDF കൺവീനർ സ്ഥാനം ഒഴിയുന്നു എന്നായിരിക്കുമോ ഇനി പാർട്ടി ഭാഷ്യം? വേണമെങ്കിൽ അങ്ങനെയുമുള്ള ഭാഷ്യങ്ങൾ വന്നുകൂടായികയില്ല. കാരണം 2016 ഒക്ടോബർ 15 ചേർന്ന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഇ.പി. ജയരാജനെ ബന്ധുനിയമന വിവാദത്തെ തുടർന്ന് രാജിവെപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞത്, പാർട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ ഇ.പി. സ്വയം മാറി നിൽക്കുന്നു, രാജ്യസന്നദ്ധത പ്രകടിപ്പിച്ച് മുന്നോട്ട് വന്നു എന്നാണ്. നമുക്ക് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സമാനമായ കാര്യമാണ് സംഭവിച്ചത്. അദ്ദേഹവും മാറി നിൽക്കുന്നു, പാർട്ടിക്കും മുന്നണിക്കും സർക്കാരിനും ദോഷമുണ്ടാക്കാതെ എന്ന് പറഞ്ഞ് മാറി നിൽക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ എല്ലാ രാജ്യയുടെ കാര്യത്തിലും ഇത്തരത്തിലുള്ള ചില വ്യാഖ്യാനങ്ങൾ
ശ്രമങ്ങൾ ഇലയ്ക്കും മുള്ളിനും കേടില്ലാത്ത ഒരു സേഫ് ലാൻഡിങ്ങിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്തും. അതുകൊണ്ട് പാർട്ടി സെക്രട്ടറി എങ്ങനെയാണ് ഇതിനെ അവതരിപ്പിക്കാൻ പോകുന്നത് എന്നതാണ് കൗതുകപൂർവ്വം നിരീക്ഷിക്കുന്നത്. ഓക്കെ, ശ്രീജിത്ത് നൽകിയ വാർത്ത ചെറിയ ചൂടുള്ള വാർത്തയല്ല, പൊള്ളുന്ന ചൂടുള്ള വാർത്തയാണ്. LDF കൺവീനർ സ്ഥാനത്ത് നിന്നും EP ജയരാജൻ ഒഴിവായിരിക്കുന്നുവെന്നാണ്.